എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എൻ്റെ വീട്ടിലെ പച്ചമുളക് കൃഷിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഇതിൻ്റെ തൈ നടുന്നത് എങ്ങനെയാണെന്നും ഇതിന് കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്നും കീടങ്ങളുടെ ആക്രമണം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പച്ചമുളക് തൈ നടാനായിട്ട് ഇത് നമ്മൾ 2 ആഴ്ച കുമ്മായം ഇട്ട മണ്ണാണ്. ഗ്രോ ബാഗിൽ നമ്മൾ എന്ത് പച്ചക്കറികൾ നടാൻ നേരവും നമ്മൾ അതിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രമേ നമ്മൾ പോട്ടി മിശ്രിതം തയ്യാറാക്കാവൂ. ബാക്കിയെല്ലാം നമ്മൾ വളങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മണ്ണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഗ്രോ ബാഗിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് വെർമി കമ്പോസ്റ്റ്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, പെർലൈറ്റ്. ഇതാണ് പെർലൈറ്റ്. ഇത് നമുക്ക് എല്ലാ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടും അഗ്രോയുടെ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളം കെട്ടി നിൽക്കാതെ മണ്ണിൽ നല്ല വായുസഞ്ചാരത്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല ഗുണങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. വെള്ളം കെട്ടി നിന്ന് വാട്ടരോഗങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഇത് വാം. ഞാൻ നേരത്തെ എൻ്റെ മുൻ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു ചെടി നടുമ്പോൾ നമ്മൾ വാം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ വേരുകൾ പടർന്ന് പിടിച്ച് മണ്ണിൽ നിന്ന് പോഷകങ്ങളെ പ്രത്യേകിച്ച് നമുക്ക് നല്ലതായി ലഭിക്കാനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു. ഇതാണ് സ്യൂഡോമോണസ്. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. ഇത് നമുക്ക് ചെടികളിൽ വരുന്ന വാട്ടരോഗം, മഞ്ഞളിപ്പ്, ഇതിനെല്ലാം നമുക്ക് നല്ലതാണ്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം പൊടിയാണ് ഇതിൻ്റെ ലിക്വിഡായിട്ട് ലഭിക്കും നമുക്ക്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തീപ്പെട്ടിയുടെ അടപ്പാണ് അതിൻ്റെ ഒരു കണക്ക്. അതിനെ നമ്മൾ എടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നമുക്ക് വാട്ടരോഗം, ഇത് മഞ്ഞളിപ്പിനെല്ലാം നല്ലതാണ്. ഇതാണ് മഞ്ഞക്കെണി. നമ്മുടെ പയറിൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയൊക്കെ. ഇത് നമുക്ക് വെള്ളീച്ചയുടെ ആക്രമണത്തിൽ നിന്നും കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും നല്ലതായിട്ട് നമ്മുടെ ചെടിയെ സംരക്ഷിക്കും. ഇത് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. മെയിനായിട്ട് നമ്മൾ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിക്കണം. നല്ല വിത്തുകൾ പാകി തൈകൾ മുളപ്പിച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള മുളകായാലും നമുക്ക് അതിനകത്ത് നിന്ന് ലഭിക്കുകയും ചെയ്യും. ഇത് ഞാൻ നമ്മുടെ വീട്ടാവശ്യത്തിന് മേടിച്ച മുളകിനകത്തു നിന്ന് നമ്മൾ പാകിയെടുത്ത തൈകളാണ്. ഇങ്ങനെ നമുക്ക് പാകിയെടുക്കാം. പോട്രയിൽ നമുക്ക് വിത്തുകൾ പാകി തൈകളാക്കി നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി നമുക്കിത് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വാമിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ തൈ നടുന്നതിന് മുമ്പായിട്ട് പോട്രേന്നാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അതുപോലെ എടുത്ത് നടാം. ഇത് ഞാൻ വേറെ നമ്മൾ പാകി മുളപ്പിച്ച തൈകൾ ഞാൻ എടുത്തതാണ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്യൂഡോമോണസ് ലൈനെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുന്നതൊക്കെ വാട്ടരോഗം പോലുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ്. ഇത് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തൈകൾ നമ്മൾ ഡയറക്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഇതിലോട്ട് നട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നട്ടിട്ട് ഇത് നമ്മളൊരു 2-3 ദിവസം ഒരു സൺഷെയ്ഡിൻ്റെ അടിയിൽ വെക്കുക. ഡയറക്റ്റ് കൊണ്ട് സൺലൈറ്റിൻ്റെ അടിയിലോട്ട് വെക്കരുത്. നമ്മളിതിൻ്റെ തൈയായിട്ട് നമ്മളെടുത്ത് മാറ്റി നട്ടതാണ്. എന്നിട്ട് വെള്ളം ആദ്യം സ്പ്രേ ചെയ്ത് ഒഴിക്കുക. വെള്ളം ഡയറക്റ്റ് എടുത്ത് കുത്തിനെ ഒഴിക്കരുത്. അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 2-3 ഇല വരുമ്പോഴേ നമ്മൾ ഇതിനൊരു താങ്ങ് കൊടുക്കണം. പുതിയ ഇലകൾ വന്നതിന് ശേഷം നമുക്കിത് സൺലൈറ്റിൻ്റെ അടിയിലോട്ട് മാറ്റി വെക്കാം. മുളകിൽ പ്രധാനമായും കണ്ടുവരുന്നതാണ് മുളകിൽ വരുന്ന കുരുടിപ്പ്. അത് ഈ വെള്ളീച്ചയുടെ ആക്രമണം കൊണ്ടാണ് വരുന്നത്. അതിന് നമുക്ക് മഞ്ഞക്കെണ്ണ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നമുക്കത് ഡൈല്യൂട്ട് ചെയ്ത് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. അന്നേരം വാട്ടരോഗം പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ഇടയാകും. അതിനാണ് നമ്മൾ സ്യൂഡോമോണസ് ഇതിന് പ്രയോഗിക്കുന്നത്. ഇതിൽ നല്ലപോലെ പൂക്കൾ വരുവാനും കായ്കൾ ലഭിക്കുവാനുമായിട്ട് നമുക്ക് ഫിഷമനോ ആസിഡ് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന കണക്കിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, ആഴ്ചയിൽ 1 ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതൊരു നല്ലൊരു ഹോർമോണാണ്. എല്ലാ പച്ചക്കറികൾക്കും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കീടങ്ങളുടെ ആക്രമണത്തിന് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലൊരിതാണ്. മുളക് നല്ലപോലെ ശ്രദ്ധിച്ച് നല്ല ജൈവവളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഇതിൽ നിന്ന് വിളവ് ലഭിക്കുകയും ചെയ്യും. നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് തന്നെ നമ്മളിത് പോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മുളക് കൃഷി ചെയ്യുമ്പം അത്യാവശ്യം നല്ല അകലത്തിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. കീടങ്ങളുടെ ഒരാക്രമണം ഒരു ചെടിയിൽ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്പ്രെഡായി മറ്റു ചെടികളിലേക്ക് വരാനും ഇടയുണ്ട്. പച്ചമുളകിൽ സിറ എന്ന് പറഞ്ഞ ഇനം വളരെ നല്ലതാണ്. നല്ല കായ്ഫലം നമുക്ക് ലഭിക്കുകയും ഒരുപാട് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാത്ത ഒരു ഇനമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് കീടങ്ങളുടെ ആക്രമണം വരാതെ നല്ലതായിട്ട് നല്ല വിളവ് ലഭിക്കുന്ന പോലെ പച്ചക്കറി കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. പച്ചമുളക് പോലുള്ളവ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ല. പുറത്തുനിന്ന് വരുന്നതിലൊക്കെ ഒരുപാട് കീടങ്ങളുടെ മരുന്നുകളെല്ലാം, കീടനാശിനികളെല്ലാം തളിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ഒരുപാട് ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് ടെറസിൽ തിരുനനയിൽ നമ്മൾ നട്ട പച്ചമുളകാണ്. തറയിലും ഗ്രോ ബാഗിലും നമുക്ക് ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഈ പച്ചമുളക് കൃഷി. എല്ലാവരും ഒരു 4 ചുവടെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഈ പച്ചമുളക് നട്ട് പിടിപ്പിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ളൊരു വീഡിയോയിൽ കാണാം.